ആ നമുക്കിന്ന് ഈ പ്ലേജേഴ്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പൊ ഇതിനു മുന്നുള്ള വീഡിയോകളിൽ ചിലതിൽ വന്നിട്ടുണ്ട്. ഈ പ്ലേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട UGC ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ UGC ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ഇന്ത്യയിലെ എല്ലാ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഈ പ്ലേജേഴ്സായിട്ട് ബന്ധപ്പെട്ട പോളിസി ഡിസിഷൻസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ സിമിലാരിറ്റി ചെക്സ്, അതാണ് പ്ലേജേഴ്സ്. സിമിലാരിറ്റി പാടില്ല, ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. അപ്പൊ അതൊക്കെ സിമിലാരിറ്റി ആയാലും വിരോധമില്ല. നമ്മൾ കൊട്ടേഷൻ മാർക്സ് കാണിക്കുകയാണ്. ഈ പെർമിഷൻ എല്ലാം വാങ്ങിച്ചിട്ട് കൊട്ടേഷൻ മാർക്സ് വഴി മറ്റൊരാളുടെ ആർട്ടിക്കിളില്, ജേണലില്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും റൈറ്റിങ്ങിലത്തെ കാര്യങ്ങൾ കാണിക്കുകയാണെന്ന് വെച്ചാൽ അത് ഈ പ്ലേജേഴ്സിൽ ഉൾപ്പെടില്ല. അതുപോലെ നമ്മൾ ഈ റെഫറൻസസ്, ബിബ്ലിയോഗ്രഫി, ടേബിൾ ഓഫ് കണ്ടന്റ്, റിഫൈസ്, അക്നോളജ്മെന്റ്സ് അതും പെടില്ല. ഞാൻ ഇപ്പൊ UGC ഗൈഡ് ലൈൻസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോസ്, ചില ടേംസ് ഉണ്ട്, ജനറിക് ടേംസ്, സ്റ്റാൻഡേർഡ് സിമ്പിൾസ്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, അതും പ്ലേജേഴ്സിൽ ഉൾപ്പെടും. അപ്പോ റിസർച്ച് ചെയ്യേണ്ട ഇതെല്ലാം മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ്. അത് സ്റ്റുഡന്റ് ആണെച്ചാലും ഫാക്കൽറ്റി ആണെച്ചാലും റിസർച്ചർ ആണെച്ചാലും സ്റ്റാഫ് ആണെച്ചാലും ഒറിജിനൽ ഐഡിയാസ് ആണ് വേണ്ടത്. അബ്സ്ട്രാക്ട്, സമ്മറി, ഹൈപ്പോത്തസിസ്, ഒബ്സർവേഷൻ, റിസൾട്ട്, കൺക്ലൂഷൻ, റെക്കമെൻഡേഷൻ, ഇതെല്ലാം സിമിലാരിറ്റി പാടില്ല. നമ്മുടെ സ്വന്തം ആശയങ്ങളെ വേണ്ട. എന്നാൽ കോമൺ നോളജ്, അത് പ്ലേജേഴ്സിന്റെ കോമൺ നോളജ് നമുക്ക് ഉൾപ്പെടുത്താം. അത് പ്ലേജേഴ്സ് ആയിട്ട് കണക്കൂട്ടില്ല. അപ്പൊ ആ കോമൺ നോളജിന്റെ കേസിൽ ഒരു കാര്യമുണ്ട്. 14 വാക്ക് വരെ, തുടർച്ചയായ 14 വാക്ക് വരെ കോമൺ നോളജ് ആണെങ്കിൽ അത് പ്ലേജേഴ്സിൽ ഉൾപ്പെടുത്തില്ല എന്നൊരു കാര്യമുണ്ട്. അപ്പൊ UGC റെഗുലേഷൻ അനുസരിച്ചിട്ട് UGC ഗസറ്റ് ഓഫ് ഇന്ത്യയിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി നോട്ടിഫിക്കേഷൻ വഴി പബ്ലിഷ് ചെയ്താണ്. 4 ലെവലിൽ പെട്ട പ്ലേജേഴ്സ് ആണ് UGC ആ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3, അങ്ങനെ 4 ലെവൽ. അപ്പൊ ലെവൽ 0, 10% വരെ സിമിലാരിറ്റി വന്ന അത് അങ്ങനെ വലിയ സിമിലാരിറ്റി ഇല്ല, പെനാൽറ്റി കിട്ടില്ല. എന്നാൽ 10%-നേക്കാൾ അധികം ഉണ്ട് സിമിലാരിറ്റി, 40% വരെയാണെങ്കിൽ ലെവൽ 1. 40% മുതൽക്ക് ഒരു 60, 40 to 60, അങ്ങനെ ആകുമ്പോൾ ലെവൽ 2. സിമിലാരിറ്റി എബോവ് 60 ആണെങ്കിൽ ലെവൽ 3. അപ്പൊ നിങ്ങളുടെ പ്ലേജേഴ്സിന്റെ ലെവൽ ഏതാണോ അതനുസരിച്ചാണ് ഈ പണിഷ്മെന്റ്, പെനാൽറ്റി കിട്ടുക. ഇതെങ്ങനെ ഇത് കണ്ടുപിടിക്കുക, അതാണ് അടുത്ത കാര്യം. പ്ലേജേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ അക്കാദമിക് കമ്മ്യൂണിറ്റിയിലെ എല്ലാ ആളുകളും വളരെ എത്തിക്കലി കോൺഷ്യസ് ആയിരിക്കണം. അപ്പോ അവര് ഈ പ്ലേജേഴ്സും സിമിലാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഇതാണ് UGC ആവശ്യപ്പെടുന്നത്. ഇനി ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ, എന്റെ കയ്യിൽ ഒരു എവിഡൻസ് വരികയാണ്, മറ്റൊരു ഫാക്കൽറ്റിയോ സ്റ്റുഡന്റോ ഇങ്ങനെയുള്ള ഒരു കാര്യത്തില് ഇൻവോൾവ് ആയി എന്ന് എവിഡൻസ് വരികയാണെങ്കിൽ എനിക്കത് ഡിപ്പാർട്ട്മെന്റൽ അക്കാദമിക് ഇന്റഗ്രിറ്റി പാനൽ UGC ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനത്തെ ഒരു പാനൽ ഉണ്ടാക്കാൻ, ഡിപ്പാർട്ട്മെന്റ് അക്കാദമിക് ഇന്റഗ്രിറ്റി പാനൽ, അവർക്ക് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ, അലിഗേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരതിനെ പറ്റി അന്വേഷിക്കണം. എന്നിട്ട് അവര് അതിന്റെ ഒരു ഉയർന്ന ലെവലിലുള്ള ഒരു പാനലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാദമിക് ഇന്റഗ്രിറ്റി പാനൽ. അവർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതാണ് UGC ആവശ്യപ്പെടുന്നത്. ഇനി ഇതല്ലാതെ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, HEI, അതാണ് UGC നോട്ടിഫിക്കേഷൻ ഉള്ളത്. എന്ന് വെച്ചാൽ അഫിലിയേറ്റഡ് കോളേജ്, യൂണിവേഴ്സിറ്റി എല്ലാം ആവാം. ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വമേധയാ ഈ പ്ലേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കേസ് എടുക്കാനും സാധിക്കും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീഡിങ്സിലേക്ക് പോകാനും പറ്റും UGCയുടെ റെഗുലേഷൻ അനുസരിച്ചിട്ട്, കേട്ടോ. അപ്പൊ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അക്കാദമിക് ഇന്റഗ്രിറ്റി പാനൽ? അപ്പൊ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു ഡിപ്പാർട്ട്മെന്റൽ അക്കാദമിക് ഇന്റഗ്രിറ്റി പാനൽ വേണം. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് അതിന്റെ ചെയർമാൻ. ഒരു ഡിപ്പാർട്ട്മെന്റ് ഔട്ട്സൈഡിലുള്ള ഒരു സീനിയർ അക്കാദമിഷ്യൻ, അത് ആ ഡിപ്പാർട്ട്മെന്റൽ അക്കാദമിക് ഇന്റഗ്രിറ്റി പാനലിലെ മെമ്പർ. അതുപോലെ തന്നെ ആന്റി പ്ലേജേഴ്സും ടൂൾസും ആയിട്ട് വളരെയധികം പരിചയമുള്ള ഒരാള്, അത് HOD ആണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. ആ പേഴ്സൺ ഈ ഡിപ്പാർട്ട്മെന്റൽ അക്കാദമിക് ഇന്റഗ്രിറ്റി പാനലിലെ മെമ്പർ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റി അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വേണം. അവര് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അനുസരിച്ചാണ് പ്ലേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അലിഗേഷൻസ് കൈകാര്യം ചെയ്യുന്നത്.
ഇനി ഇതിന്റെ ഒരു ഹയർ ലെവലിലുള്ള ഒരു കമ്മിറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാദമിക് ഇന്റഗ്രിറ്റി പാനൽ. എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാദമിക് ഇന്റഗ്രിറ്റി പാനൽ നോട്ടിഫൈ ചെയ്യണം. അതിലൊരു ചെയർമാൻ ഉണ്ടായിരിക്കണം. അപ്പൊ അതില് പ്രോ വൈസ് ചാൻസലർ അല്ലെങ്കിൽ ഡീൻ അല്ലെങ്കിൽ ആ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ അക്കാദമിഷ്യൻ ചെയർമാൻ, പിന്നെ 3 മെമ്പേഴ്സ് ഉൾപ്പെട്ട ആ 3 മെമ്പേഴ്സിൽ ഒരാള് ഈ ആന്റി പ്ലാജേഴ്സും ടൂൾസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഒരാള് ആ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഔട്ട്സൈഡിലുള്ള ഒരു മെമ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സീനിയർ അക്കാദമിഷ്യൻ, അത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാദമിക് ഇന്റഗ്രിറ്റി പാനൽ മെമ്പർ ആയിരിക്കണം. അപ്പൊ ഈ ഒരു പാനലും കൂടി ഉണ്ട്. അപ്പൊ ഈ 2 ലെവലിലുള്ള 2 ടയർ മെക്കാനിസം ആണ് UGC പ്ലേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുമ്പോൾ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് പെനാൽറ്റി കിട്ടുക? അപ്പൊ പെനാൽറ്റി UGC നോട്ടിഫിക്കേഷനിൽ 12.1, 12.2 ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ഇവിടെ ഇതിന് മുന്നത്തെ ഒരു വീക്കില് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ LMS ഇത് കിടക്കുന്നുണ്ട് കേട്ടോ ഈ നോട്ടിഫിക്കേഷൻ, അപ്പൊ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ 12.1, 12.2 ഈ 2 ലെവലിലാണ് പെനാൽറ്റി പറ്റിയിട്ട് അതിൽ ഉൾക്കൊള്ളിച്ചത്. 12.1 അത് ഈ തീസിസും ഡെസർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട പെനാൽറ്റി എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ അത് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട റിസർച്ച് സ്കോളേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പെനാൽറ്റിയാണ്. അപ്പൊ ലെവൽ 0 ആ ഒരു തെറ്റ് ചെയ്ത അത് മൈനർ സിമിലാരിറ്റി ആണ് പെനാൽറ്റിന്റെ. ലെവൽ 1 നേരത്തെ കണ്ടു എന്താണ് ലെവൽ 1, അത് ചെയ്ത ആ ഒരു സ്കോളർ അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആ സ്റ്റുഡന്റിനോട് ഒരു സമയം കൊടുക്കും, 6 months എക്സീഡ് ചെയ്യാൻ സമയം കൊടുക്കും. അതിനുള്ളിൽ അത് റീസബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. ലെവൽ 2 ചെയ്ത 1 കൊല്ലം പിന്നെ അവർക്കത് റിവൈസ്ഡ് സ്ക്രിപ്റ്റ് വെക്കാൻ പറ്റില്ല, 1 കൊല്ലം കഴിഞ്ഞാൽ വെക്കാം. ലെവൽ 3 ആകുമ്പോ ആ പ്രോഗ്രാം എന്നുള്ള രജിസ്ട്രേഷനെ ക്യാൻസൽഡ് ആയി. അപ്പൊ ഇതാണ് ഈ തീസിസുമായിട്ട് ബന്ധപ്പെട്ട ഡെസർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റുഡൻസിനും സ്കോളേഴ്സിനുമുള്ള പെനാൽറ്റി. ഇനി അക്കാദമിക് ആൻഡ് റിസർച്ച് പബ്ലിക്കേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലേജേഴ്സ് അത് സാധാരണ രീതിയിൽ ചെയ്യുക ഫാക്കൽറ്റി ആയിരിക്കും. ആ ഫാക്കൽറ്റി ആരെ ചെയ്താലും ഒരുപോലെ തന്നെയാണ്. ഈ ഒരു അക്കാദമിക് ആൻഡ് റിസർച്ച് പബ്ലിക്കേഷൻസ് വന്ന പ്ലേജേഴ്സ് ആണ് വെച്ചാൽ ലെവൽ 0 ആണ് വെച്ചാൽ പെനാൽറ്റി ഇല്ല. ലെവൽ 1 ആണെങ്കിൽ ആ മാനുസ്ക്രിപ്റ്റ് വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെടും. ലെവൽ 2 ആണ് വെച്ചാൽ മാനുസ്ക്രിപ്റ്റ് വിഡ്രോ ചെയ്യണം, ആനുവൽ ഇൻക്രിമെന്റ് കിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് PG, MPhil, PhD അത്തരത്തിലുള്ള കോഴ്സുകൾക്ക് സ്റ്റുഡന്റിനെ സ്കോളേഴ്സിനെ 2 വർഷക്കാലത്തോളം സൂപ്പർവൈസ് ചെയ്യാൻ പറ്റില്ല. ലെവൽ 3 ആകുമ്പോ മാനുസ്ക്രിപ്റ്റ് വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെടും. അവർക്ക് 2 ആനുവൽ ഇൻക്രിമെന്റ് നഷ്ടപ്പെടും. അവർക്ക് 3 കൊല്ലത്തോളം PG, MPhil, PhD സ്കോളേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ വളരെ കടുത്ത ഒരു പെനാൽറ്റിയും കടുത്ത രീതിയിലാണ് പ്ലേജേഴ്സ് UGC നോക്കിക്കാണുന്നത്. എന്ന് വെച്ചാൽ പ്ലേജേഴ്സും അക്കാദമിക് വേൾഡിന് വളരെയധികം തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലേജേഴ്സ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഒരു ആർട്ടിക്കിളോ പബ്ലിക്കേഷനോ നമ്മൾ അതൊന്നും വല്ലതും എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ക്രെഡിറ്റ് കൊടുത്ത് മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പനിഷ്മെന്റിന് നമ്മൾ വിധേയമാകേണ്ടി വരും എന്നുള്ള കാര്യമാണ് ഇവിടെ ആലോചിക്കുക.